ഖത്തറിലുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ എയർബേസിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധമുള്ള കടുത്ത ആഘാതം ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ അമേരിക്കയിലെ തന്നെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അസോസിയേറ്റഡ് പ്രസ് എന്നറിയപ്പെടുന്ന 1846 അമേരിക്കയിൽ ആരംഭിച്ച ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പത്ര സംവിധാനം, വാർത്താ സംവിധാനമാണ് AP എന്നറിയപ്പെടുന്നത്. AP റിപ്പോർട്ട് ചെയ്യുന്നു, ഇറാൻസ് അറ്റാക്ക് ഓൺ ഖത്തർ എയർബേസ് ഹൈറ്റ് ജിയോഡെസിക് ഡോം യൂസ്ഡ് ഫോർ US കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഫോട്ടോ ഷോസ്. അമേരിക്ക ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി, അതായത് സുരക്ഷിതമായി ആർക്കും ചോർത്താൻ കഴിയാത്ത വിധം സുരക്ഷിതമായി സൈനികർക്ക് സംഭാഷണം നടത്താനുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ് ഈ ജിയോഡെസിക് ഡോം നിർവഹിച്ചിരുന്നത്. ഈ ഡോമിന് നേരെ കൃത്യമായിട്ടാണ് ഇറാന്റെ മിസൈലുകൾ പതിച്ചിരിക്കുന്നത്. വാർത്ത നമുക്ക് കാണാൻ സാധിക്കും. അമേരിക്കയുടെ സ്പോക്ക് പേഴ്സൺ തന്നെ ഈ കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ഹവേഴ്സ് ആഫ്റ്റർ ദി പബ്ലിക്കേഷൻ ഓഫ് ദിസ് AP റിപ്പോർട്ട്, ഇങ്ങനെ ഒരു റിപ്പോർട്ട് സാറ്റലൈറ്റിൽ ഉദയ് എയർപോർട്ടിലുള്ള ജിയോഡെസിക് ഡോം തകർന്നതായിട്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച ഉടനെ തന്നെ പെന്റഗൺ സ്പോക്സ് പേഴ്സൺ സാൻ പാനൽ acknowledged that the Iranian ballistic missile had hit the dome. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ജിയോഡെസിക് ഡോമിൽ പതിച്ചിരിക്കുന്നു, ആക്രമണം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുകയാണ്. ഖത്തർ did not respond the requests for comment about the damage. എന്ത് ഡാമേജ്, എന്തുമാത്രം വലിയ ഗുരുതര സാഹചര്യങ്ങളാണ് ഉദയ് എയർബേസിൽ ഉണ്ടായത് എന്ന് ചോദ്യങ്ങൾക്ക് ഖത്തർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുകൂടെ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ വിശദമായി ആ കാര്യങ്ങളെല്ലാം ഈ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെറ്റിൽ നിന്ന് വായിക്കാൻ സാധിക്കും. ഈ ഭാഗത്താണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് കെട്ടിടങ്ങൾക്കിടയിലുള്ള ഭാഗത്താണ് ഈ ഡോം സ്ഥിതി ചെയ്യുന്നത്. വലിയ ബിൽഡിങ്ങുകളുടെ അത്ര തന്നെ ഉയരത്തിലുള്ള വലിയൊരു ഡോമാണ് അതിനുവേണ്ടി അമേരിക്ക സംവിധാനിച്ചിരുന്നത്. പക്ഷെ ആ ഡോമാണ് തകർന്നിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സൈനികർക്കുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. എന്നാൽ അതിനു നേരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ തുളച്ചു കയറിയപ്പോഴുള്ള കടുത്ത ആഘാതം തന്നെയാണ് ട്രംപിനെ വെടിനിർത്തലിലേക്ക് എത്തിച്ചത് എന്ന കാര്യം വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഇറാൻ അമേരിക്കക്ക് ഈ ആക്രമണത്തിന് മുൻപ് നിർദ്ദേശം നൽകി. അതായത് ഞങ്ങൾ ആക്രമിക്കുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് ആക്രമിച്ചത്. ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും നടത്തിയ ഒരു നാടകമാണോ എന്നൊക്കെയായിരുന്നു പല ആളുകളും ചർച്ച ചെയ്തിരുന്നത്. പക്ഷേ നാടകമല്ല, മസിൽ പവർ തന്നെയാണ് ഇറാൻ കാണിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം കൃത്യമായി വിവരം നൽകിയിട്ട് പോലും വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് സൈറ്റ് എന്ന് മാത്രമല്ല അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിന് നേരെ ആക്രമണം നടത്തി. ആക്രമണം സംഭവിക്കുന്നു എന്ന വിവരം ലഭിച്ചു. എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും പൂർണ്ണ സജ്ജമായിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ഹിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇനി ലോകത്ത് സ്ഥാനമില്ല എന്ന് വ്യക്തമായി തെളിയിച്ചിരിക്കുകയാണിത്. അവിടെയാണ് ഇറാൻ വിവരം നൽകി ആക്രമിച്ചതിന് ശേഷവും ഇറാന്റെ മിസൈലുകൾക്ക് ലക്ഷ്യത്തിൽ പതിക്കാൻ സാധിച്ചുവെങ്കിൽ ഇറാൻ മസിൽ പവർ കാണിച്ചു എന്ന് ഇതിലൂടെ പറയാൻ നമുക്ക് സാധിക്കുന്നത്. മാത്രമല്ല ഇറാൻ ഈ ഒരു അറ്റാക്ക് തുടരുകയാണെങ്കിൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള അധ്യായങ്ങളെല്ലാം, ഇവിടെയുള്ള എല്ലാ ഏടുകളും പൂട്ടിവെച്ച് ഇവിടെ നിന്ന് യാത്ര പറയേണ്ട സാഹചര്യം വരും. മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ അമേരിക്കക്ക് ധാരാളം സൈനികരുണ്ട്. ഈ സൈനികരുടെ കാര്യവും വളരെ അപകടമായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാനാണ് വളരെ പെട്ടെന്ന് വെടിനിർത്താനുള്ള നീക്കം അമേരിക്ക നടത്തിയിട്ടുള്ളത്. പക്ഷെ ഇനി ആക്രമണം ആരംഭിച്ചാലും ഈ സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം അമേരിക്ക മാറി നിന്ന് ഇസ്രായേലിനെ കൊണ്ട് ആക്രമണം നടത്തിപ്പിക്കുന്നത്. കാരണം അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള താവളങ്ങളെ ഇറാൻ ലക്ഷ്യം വെക്കും. മാത്രമല്ല ഇറാൻ ലക്ഷ്യം വെച്ചാൽ അത് കൃത്യമായ പോയിന്റുകൾ തന്നെയായിരിക്കും. പിന്നെ അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിലുള്ള ഈ താവളങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ കഴിയില്ല. കാരണം അതിന്റെ കൺട്രോൾ പോയിന്റുകളെയൊക്കെ ഇറാൻ ആക്രമിക്കും. മാത്രമല്ല യുദ്ധവിമാനങ്ങളെ ആക്രമിക്കും. എന്നാൽ ഇതിൽ അമേരിക്കക്ക് ഈ ഒരു സന്ദേശം ലഭിച്ചതിലൂടെ ധാരാളം യുദ്ധവിമാനങ്ങളെ ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും ഇറാൻ ആരാണ്, ഇറാന്റെ മിസൈൽ എങ്ങനെ പതിക്കും, ഇറാന്റെ ശക്തി എന്താണ് എന്ന കാര്യം US-നെ ഓർമ്മപ്പെടുത്താൻ, ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താൻ ഇറാന് ഈ ഒരൊറ്റ ആക്രമണത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല
അറബ് രാഷ്ട്രങ്ങളിലുള്ള രാജാക്കന്മാരെയും ഈ കാര്യം ധരിപ്പിക്കാൻ ഇറാന് സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. എന്തായിരുന്നാലും ഇവിടെ ഉണ്ടായ ആഘാതങ്ങൾ എത്രമാത്രം ഉണ്ട് എന്ന കാര്യം അമേരിക്കയ്ക്കും ഇസ്രയേലിനും കൃത്യമായി അറിയാമെന്നതിൽ സംശയമില്ലല്ലോ. അതോടൊപ്പം തന്നെ ഇസ്രയേലിൽ നടത്തിയ ആക്രമണങ്ങളെല്ലാം വളരെ കൃത്യമായ പോയിന്റുകളിലായിരുന്നു പതിച്ചത് എന്ന വാർത്ത നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വാർത്തക്ക് വളരെ പ്രസക്തിയുണ്ട്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ താവളം ഇറാന് തകർക്കാൻ സാധിക്കും, അത് നിമിഷങ്ങൾക്കകം ലക്ഷ്യം വെച്ച് തകർക്കാൻ ഇറാന് സാധിക്കുമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ്. ചില ആളുകളൊക്കെ പറയും അവരുടെ തല വലുതാണ്. യഥാർത്ഥത്തിൽ അവരുടെ തല വലുതായതല്ല. ഒന്ന്, ചതിയിൽ അവർ മുന്നിലാണ്. രണ്ടാമത്തെ കാര്യം, മറ്റാരെയും ടെക്നോളജിയിലും അതുപോലെ ആധുനിക സംവിധാനങ്ങളിലും മുന്നോട്ട് പോകാൻ അനുവദിക്കുകയില്ല, അവിടെ തടസ്സം ചെയ്യും എന്നതും കൊണ്ട് മാത്രമാണ് അവരുടെ തല വലുതായിരിക്കുന്നത്. കാരണം മറ്റുള്ളവരുടെ തല വലുതാകുമോ എന്ന ഭീതിയാണ് ഇസ്രയേലിന് മുന്നിലുള്ളത്. അതുകൊണ്ടാണ് അവരുടെ തല വലുതാണ് എന്ന് ചിലർക്കെങ്കിലും തെറ്റിദ്ധാരണ വരാനുള്ള കാരണം. മറ്റുള്ള രാഷ്ട്രങ്ങൾക്കൊക്കെ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള സാഹചര്യം ഇസ്രയേലിനെ പോലെ അമേരിക്കയെ പോലെ ഉണ്ടാവുകയാണെങ്കിൽ ഇറാനെ പോലുള്ള രാഷ്ട്രങ്ങൾക്കെല്ലാം അതിവേഗതയിൽ ലോകത്തിന് മുന്നേക്ക് കുതിക്കാൻ കഴിയുമെന്നാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. തലയുടെ വലുപ്പം ഇവിടെ ആർക്കും പണയം വെച്ചതല്ല, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് എന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.